ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ. പ്യുവർ നോയൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ നല്ല ഡിഫറെന്റ് പാറ്റേണിലാണ് സാരിയിൽ അവർ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ഫൈൻ ഫിനിഷിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് എല്ലാ സാരീസിലും വരുന്നത്. എല്ലാ സാരീസിന്റെയും ബേസ് വരുന്നതും പേൾ ക്രീമാണ്. ആ ഒരു നല്ലൊരു സോഫ്റ്റ് ഐവറി ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു മൾട്ടി കളർ പാലറ്റിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കണ്ട് നോക്കാം. പ്യുവർ നോയൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. പേൾ ക്രീമാണ് ബേസ് വരുന്നത്. അതിൽ നല്ല പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിലും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി ആട്ടോ സാരി വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരിക്കും ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു കളർ പാരറ്റിലായിട്ടോ ഫസ്റ്റ് സാരിയിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫുൾ സാരി ഇതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് നല്ലൊരു ഗോൾഡൻ സെറിയിൽ നമ്മൾ നോർമലി ടെസർ സിൽക്കിൽ വരുന്ന ആ ഒരു പല്ലു ഉണ്ടല്ലോ, അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ ഗോൾഡൻ സെറി വുവൻ സ്റ്റൈലിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് കേട്ടോ. ഇതായിരിക്കും ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വയലറ്റും ലാവൻഡറും കൂടിയാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഈ സാരീസ് എല്ലാം നമുക്കൊരു ക്രിസ്മസ് തീമായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം എല്ലാ കളക്ഷൻസും. അതല്ല ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷനും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. സോഫ്റ്റ് നോയൽ ടെസർ സിൽക്കാണ് എല്ലാ സാരീസിനും ഫാബ്രിക് വന്നിട്ട്. പേൾ ക്രീം ആയിരിക്കും ബേസ് വരുന്നത്. ബോർഡർലെസ് സ്റ്റൈലായിരിക്കും സാരി. എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറിൽ ഫുൾ സാരിയിലും ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ്. ഫ്ലോറൽ മോട്ടീവ്സിന് സ്മോൾ മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സും വരുന്നുണ്ട്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സും വരുന്നുണ്ട്. ഫുൾ സാരി ഇതേ സ്റ്റൈലിൽ തന്നെ ഗോൾഡൻ സെറി വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ പല്ലു. ഫുൾ വർക്ക് തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ ഈ ഒരു എൻഡിലാട്ടോ ഫുൾ ആ ഒരു വർക്ക് വരുന്നത് സ്ലീവിൽ വെക്കും. പേൾ ക്രീമിൽ നല്ല കോമ്പിനേഷനിലാണ് അടുത്ത സാരി വരുന്നത് കേട്ടോ. എമറാൾഡ് ഗ്രീനും സീ ബ്ലൂവും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷനിലാണ് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. കളർ പാലറ്റ്സ് മാത്രം മാറി മാറി വരുന്നുള്ളൂ. പേൾ ക്രീം തന്നെ നോയൽ ടെസർ ആണ് ഫാബ്രിക് വരുന്നത്. ബോർഡർലെസ് സ്റ്റൈലില് സിമ്പിൾ മുന്താണി, ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ബർഗണ്ടി ആണ്. പേൾ ക്രീമിൽ ബർഗണ്ടിയും ഒരു പേസ്റ്റൽ യെല്ലോയും ഗ്രീൻ എല്ലാം കൂടിയുള്ള കോമ്പിനേഷനിലാട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും ഒരു ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും. വിത്തൗട്ട് ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. പേൾ ക്രീമിൽ ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് അടുത്ത സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്സ്ഫോർഡ് ബ്ലൂവും ഗ്രീനും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷൻ. ഗ്രേ, ഓക്സ്ഫോർഡ് ബ്ലൂ, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും മുന്താണി. ഫുൾ ആ ഒരു വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് വർക്ക് വരികയാണെങ്കിൽ ഒരു കളർഫുൾ വർക്കാണ് വരുന്നത് കേട്ടോ. പേസ്റ്റൽ യെല്ലോയും റെസ്റ്റിക്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു വർക്ക് വരുന്നത്. പേസ്റ്റൽ യെല്ലോ മോട്ടീവ്സും വരുന്നുണ്ട്. റെസ്റ്റിക് ടോണിലുള്ള ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. വിത്തൗട്ട് ബോർഡർ, ഷോർട്ട് പല്ലു, ഫുൾ വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ്. പേൾ ക്രീം ആണ് എല്ലാ സാരിയുടെ ബേസ് വരുന്നത്. ഇതിൽ പേൾ ക്രീമും എമറാൾഡ് ഗ്രീനും കൂടിയാണ് സാരിയിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഞാൻ ക്ലോസറിൽ കാണിക്കാം. പേൾ ക്രീമിലായിരിക്കും ആ ഒരു ലീഫ് പാറ്റേൺസ് വരുന്നത്. ഈ ഒരു കണ്ടോ പേൾ ക്രീമിലുള്ള ഡിസൈൻസ് വന്നിട്ട്, ഡിസൈൻസ് അല്ല വർക്ക് ആട്ടോ. എമറാൾഡ് ഗ്രീനിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഗോൾഡൻ സെറി വുവൻ പാറ്റേണിലുള്ള ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ എല്ലാ സാരീസിന്റെയും ബ്ലൗസിന്റെ സ്ലീവിൽ ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം പേൾ ക്രീമിൽ നല്ല മൾട്ടി കളർ പാലറ്റിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരുന്നു. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരുന്നു എല്ലാ സാരീസും വന്നത്. ഇനി വരുന്നത് സെൽഫാണ്. പേൾ ക്രീമിൽ പേൾ ക്രീം ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരിക്കും ഓരോ വർക്കും വരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. പേൾ ക്രീമിൽ ഫുൾ സാരിയിലും ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന് തന്നെ നല്ല പാറ്റേണിൽ ഒരു പോയിന്റ് എംബ്രോയിഡറിയുടെ ആ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഇതും ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു വർക്ക് വരും. ഇതായിരിക്കും കേട്ടോ ഒരു വർക്കിന്റെ ആ പോയിന്റ് എംബ്രോയിഡറിയുടെ പാറ്റേണിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസും അതിലൊരു ലീഫ് പാറ്റേൺസിലും ആയിരിക്കും ബോഡി വരിക കംപ്ലീറ്റ്. മുന്താണി ഗോൾഡൻ സെറി വുവൻ ലൈൻ പാറ്റേണിലാണ്. ഷോർട്ട് പല്ലു വന്നിട്ട് വിത്ത് വർക്ക്. ഇതിന്റെയും സ്ലീവിൽ വരുമ്പോൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും സ്ലീവിൽ വർക്ക് വരിക. നെക്സ്റ്റ് സാരി സെയിം പാറ്റേൺ തന്നെ കേട്ടോ. പേൾ ക്രീമിൽ പേൾ ക്രീം തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൽ നല്ലൊരു പേസ്ലി മോട്ടീവ്സ് ആണ്. മാംഗോ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും ജാൽ പാറ്റേണിലായിരിക്കും കേട്ടോ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ നല്ല തിക്കായിട്ടായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ക്ലോസ് ഷോട്ട്.
ഫുൾ ഒരു മാംഗോ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. പ്ലീറ്റ്സ് വരുമ്പം എല്ലാ സാരീസും ഹാഫ് പോർഷനിലായിരിക്കും കേട്ടോ വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ത്രെഡ് വർക്ക്. മുന്താണി ഫുൾ വർക്കിൽ തന്നെ, സ്ലീവിൽ ഫുൾ വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. എല്ലാ സാരീസിലും നല്ല നല്ല പാറ്റേണിലാട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നോയൽ ടെസർ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമുക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്രിസ്മസ് അറ്റയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാൻ നല്ല സാരീസാണ്. വളരെ കംഫർട്ടബിൾ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. പേൾ ക്രീമിൽ തന്നെ ഈ ഒരു ഡിസൈനിലായിരിക്കും. ഒരു എംബോസ്ഡ് പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് എല്ലാ സാരീസിലും വരുമ്പം. ഇതായിരിക്കും ഓവറോൾ ലുക്ക്. ഇങ്ങനെ വരും വിത്തൗട്ട് ബോർഡർ. എന്താണ് ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും. ബ്ലൗസിന്റെ സ്ലീവ് വരും. സോഫ്റ്റ് നോയൽ ടെസർ സിൽക്കിൽ നെക്സ്റ്റ് കളർ പാലറ്റും സെയിം തന്നെയാണ്. അതേ പേൾ ക്രീമിൽ തന്നെ നല്ല പാറ്റേണിലാട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോഡിയിൽ ഫുൾ ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. മുന്താണി ഒരു ഗോൾഡൻ സെറി ലൈൻസും ഒരു ഗീച്ച വീവിലുമാണ് സാരിയുടെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. ഇതിലും ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണും ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ ബഞ്ച് ഓഫ് പാറ്റേണിലുമാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നോയൽ ടെസർ സിൽക്ക് അറിയാമല്ലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും സാരിയുടെ മെറ്റീരിയൽ. ഒരു സിമിലർ ടു ലിനൻ ഫാബ്രിക് ആണ് നോയൽ ടെസർ വരുന്നത്. ഒട്ടും ഗ്ലോസി ആയിരിക്കത്തില്ല. എപ്പോഴും ഒരു മാറ്റ് ഫീലിൽ വരുന്ന ആ ഒരു ടെക്സ്ചർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ പേൾ ക്രീം തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലാട്ടോ ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമ്മളൊരു ആപ്ലിക് വർക്ക് ആണെന്ന് തോന്നും കണ്ടാൽ. ആ ഒരു ഫിനിഷിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് സാരിയിൽ. എല്ലാ സാരീസിന്റെയും ആ ഒരു പല്ലു വരുമ്പം മിഡിൽ പോർഷൻ വരുമ്പോൾ ഗീച്ച വീവിൽ വന്നിട്ട് അപ്പുറം ലോവറും ആ ഒരു ഗോൾഡൻ സെറി വൺ സിമ്പിൾ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് സാരി വീണ്ടും നല്ലൊരു മാംഗോ മോട്ടീവ്സ് ആട്ടോ. പേസ്ലി ഡിസൈൻസിലെ മോട്ടീവ്സിലാണ് സാരി വന്നിരിക്കുന്നത്. ഈ സാരീസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന സാരീസ് ആണ്. കാരണം പേൾ ക്രീമിൽ അതേ സെൽഫ് പാറ്റേണിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെ സെയിം ആ ഒരു വർക്ക് തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത്. ഇത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ആ ഒരു മാംഗോ മോട്ടീവ്സിലായിരിക്കും. ബോഡി കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. മുന്താണി ഗീച്ച വുവൺ പല്ലുവിലെ ഗോൾഡൻ സെറി വുവൺ ലൈൻ പാറ്റേൺ വിത്ത് റണ്ണിങ് ബ്ലൗസ്. സോഫ്റ്റ് പ്യുവർ നോയൽ ടെസർ സിൽക്കിൽ നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന് തന്നെ മോട്ടീവ്സ് വരുന്നത്. പേൾ ക്രീം തന്നെ ആയിരിക്കും വർക്ക് വരുന്നത് കേട്ടോ. വീഡിയോയിൽ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും. ഫ്ലാഷി അല്ല, നോയൽ ടെസർ ആയതുകൊണ്ട് ഒരു മാറ്റ് ഫീൽഡിൽ തന്നെ ആയിരിക്കും സാരിയുടെ ടെക്സ്ചർ വരുന്നത് വിത്തൗട്ട് ബോർഡർ. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമ്മളൊരു ഷാഡോ വർക്കിന്റെ എല്ലാം പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. കണ്ടോ, ഗീച്ച വുവൺ പല്ലു വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം വർക്ക് വരുന്നുണ്ട് കേട്ടോ. വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് കേട്ടോ സാരി. പേൾ ക്രീം തന്നെയാണ്. സോഫ്റ്റ് പ്യുവർ നോയൽ ടെസർ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. ഈ സാരിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ഒരു സാധ്യതയുണ്ട്. അതെല്ലാം നമുക്ക് നല്ലൊരു ആക്സസറീസ് ജ്വല്ലറിയാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിനും നല്ലൊരു ഓപ്ഷനുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിലും നല്ല സൂപ്പർ ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസും അതേ ഒരു സെൽഫ് ഗ്ലോയിങ് ആയിട്ട് തന്നെയുള്ള ഒരു സെൽഫ് ഡിസൈൻസ് സട്ടിലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇതും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ പാറ്റേണും ജാൽ ഡിസൈനും എല്ലാം നല്ല കോമ്പിനേഷനിലാണ് സാരിയുടെ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഒരു ഡിഫറെന്റ് ലുക്കിലുള്ള വർക്കാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ഫുൾ ജാൽ പാറ്റേൺ ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലുള്ള തിക്ക് വർക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണി എല്ലാ സാരീസും സെയിം തന്നെ. അപ്പുറം ലോവറും ഒരു ഗോൾഡൻ സെറി വുവൺ ലൈൻസ് വന്നിട്ട് സെന്റർ പോർഷൻ വരുമ്പോൾ ഗീച്ച വീവിലായിരിക്കും എല്ലാ സാരീസിന്റെയും പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ബോഡി വന്നിട്ട് ഫുൾ ആ ഒരു വർക്കിലായിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ജാൽ ഡിസൈനിലും ആട്ടോ അടുത്ത സാരി വരുന്നത്. ഇതും പോയിന്റ് എംബ്രോയിഡറിയുടെ പാറ്റേണിൽ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു പേൾ ക്രീം വർക്ക്. മുന്താണി ബ്ലൗസ്. പ്യുവർ നോയൽ ടെസറിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. നമുക്കൊരു ക്രിസ്മസ് അറ്റയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഒരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. ചേർച്ച് വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്ക് എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ആയിരുന്നു.
നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. പേൾ ക്രീം ആയിരുന്നു എല്ലാ സാരീസിന്റെയും ബേസ് വന്നത്. ലാസ്റ്റ് സാരി കേട്ടോ, പേൾ ക്രീമിൽ തന്നെ സെൽഫ് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൽ സ്മോൾ മാംഗോ മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലാട്ടോ, ജാൽ പാറ്റേണിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. എല്ലാ ഡിസൈൻസും നല്ലതാണ്, വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ ഓരോ പാറ്റേണും തമ്മിൽ കേട്ടോ. പല്ലു ഗീച്ച വീവില് ഗോൾഡൻ സെറി വുമൻ ലൈൻ പാറ്റേണിലായിരിക്കും ഷോർട്ട് പല്ലു. ഫുൾ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മാംഗോ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക.